തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. SNM BA ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബിൻ്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വ്യാഴാഴ്ചയും സംഘടിപ്പിക്കുന്ന പുസ്തക നിരൂപണ പരിപാടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. പുസ്തകങ്ങൾ വായിച്ചവർക്കും പുസ്തകത്തിൻ്റെ രചയിതാക്കൾക്കും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും വായിക്കാത്തവർക്ക് ആ പുസ്തകങ്ങളിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു വേദിയാണിതെന്ന് പറയാം. യഥാർത്ഥത്തിൽ വായന നമ്മെ നമ്മുടെ ജീവിതത്തിനപ്പുറം മറ്റനേകം ജീവിതങ്ങളിലേക്ക്, കാലങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, സംസ്കാരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മറ്റൊരു ലോകം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. അതിന് ഉത്തമ ദൃഷ്ടാന്തമായി പറയാവുന്ന ഒരു കൃതി തന്നെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സ്വന്തം ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തലങ്ങളിൽ നിന്നുകൊണ്ട് അതിമനോഹരമായ കൃതികൾ രചിച്ച അംബികാസുധൻ മാങ്ങാട് മാഷിന്റെ അല്ലോഹല്ലൻ എന്ന നോവലാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നത് ഒന്നാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ ഐശ്വര്യ TS ആണ്. ഐശ്വര്യ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ഐശ്വര്യയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായനയുടെ സ്വാധീനം കൊണ്ട് എഴുതാനും ചിന്തിക്കാനും യുക്തിപരമായി സർഗശേഷി ഉണ്ടാക്കുന്നതിനും അവസരം സൃഷ്ടിക്കുന്ന ഒരു കൂടിയിരിപ്പാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ ദൗത്യം. ആദ്യമായി SNM ട്രെയിനിങ് കോളേജിലെ ബഹുമാനിയും ആദരണീയയുമായ നമ്മുടെ എല്ലാമായ പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്ന അല്ലോഹലൻ നോവലിന്റെ രചയിതാവ് അംബികാസുധൻ മാങ്ങാട് പ്രകൃതിയുടെയും ഫോക്ലോറുകളെയും കുറിച്ച് സാഹിത്യ ലോകത്തിന് സംഭാവന നൽകിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളിതുവരെ നമ്മുടെ ഈ പരിപാടിക്ക് ഒരു മടുപ്പും കൂടാതെ മുൻകൈയെടുത്ത് മുൻനിരയിൽ നിൽക്കുന്ന ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ കൃഷ്ണകുമാർ സാറിനെയും ഹീര മിസ്സിനെയും സ്വാഗതം ചെയ്യുന്നു. പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്ന ആദിത്യ ഷാജിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുറമേ നിന്ന് പങ്കെടുക്കുന്ന മറ്റു സാഹിത്യ പ്രേമികളെയും പുസ്തക പ്രേമികളെയും എല്ലാവരെയും ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നു. നന്ദി. നന്ദി ഐശ്വര്യ. ഇന്നിവിടെ പുസ്തക നിരൂപണം നടത്തുന്നത് ഒന്നാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനിയായ ആദിത്യ ഷാജിയാണ്. ആദിത്യ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് വരുന്നത്. മലയാള സാഹിത്യത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പുസ്തക നിരൂപണത്തിനായി ആദിത്യയെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിത്യ ഷാജി. ഞാൻ ഒന്നാം വർഷ BEd വിദ്യാർത്ഥിനിയാണ്. മലയാളമാണ് എൻ്റെ വിഷയം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന നോവലാണ്. 2024 ജൂലൈയിൽ DC ബുക്സ് പുറത്തിറക്കിയ 82 അധ്യായങ്ങളോട് കൂടിയ ബൃഹത്തായ നോവലാണിത്. ഈ ജൂലൈ മാസം ആയപ്പോഴേക്കും നോവൽ വിജയകരമായ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ നോവലിലൂടെയാണ് ഈ വർഷത്തെ മികച്ച നോവലിസ്റ്റിനുള്ള മലയാറ്റൂർ പുരസ്കാരവും മലയാള ഭാഷാ പാഠശാലയുടെ O ചന്തുമേനോൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്നേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് സാഹിത്യത്തോട് താല്പര്യം തോന്നിയത് തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സാഹിത്യവേദി എന്ന ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഈ ക്ലബ്ബ് അംബികാസുധൻ മാഷ് അവിടെ അധ്യാപകനായിരുന്ന കാലത്ത് ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ആരാധ്യനായിട്ടുള്ള അംബികാസുധൻ മാഷിന്റെ സാന്നിധ്യത്തിൽ അല്ലോഹൽ എന്ന മാഷിന്റെ തന്നെ നോവലിനെ പറ്റി സംസാരിക്കാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇതേ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്റെ PG ഡെസർട്ടേഷൻ. അല്ലോഹലൻ ചരിത്രത്തിന്റെ ബദൽ പാഠങ്ങൾ എന്നതായിരുന്നു എന്റെ വിഷയം. നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടനവധി ചരിത്ര നോവലുകൾ കൊണ്ട് സമ്പന്നമാണ് മലയാള സാഹിത്യം. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും ഭൂതരായറായാലും ശക്തൻ തമ്പുരാനും ഒക്കെ കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെ വ്യത്യസ്തമായ രൂപത്തിൽ കാട്ടിത്തന്നിട്ടുണ്ട്.
എന്നാൽ തെയ്യങ്ങളുടെയും തെയ്യക്കഥകളുടെയും ഈറ്റില്ലമായ വടക്കൻ കേരളത്തിന്റെ ചരിത്രം അത്ര കണ്ട് പ്രതിപാദിക്കപ്പെട്ട ചരിത്ര നോവലുകൾ മലയാളത്തിൽ താരതമ്യേന കുറവാണ്. ഒരളവിൽ ആ വിടവ് നികത്തുകയാണ് അല്ലോഹിൽ എന്ന നോവലിലൂടെ മാഷ് ചെയ്യുന്നത്. തോറ്റംപാട്ടുകളിൽ നിന്നും മിത്തിൽ നിന്നും ഉയരെടുത്ത ചരിത്ര ആഖ്യായികയാണ് ഈ നോവൽ. 14-ാം നൂറ്റാണ്ടിൽ കോലത്തിരിയുടെ സാമന്തന്മാരായി അള്ളടം മുക്കാടും നാടുവാണിരുന്നത് കോലാൻ അഥവാ മലയാളിക്കാരായ അല്ലോഹലനും സഹോദരനായ മനോഹലനും ഉൾപ്പെടുന്ന 8 കുടക്കീഴിൽ പ്രഭുക്കന്മാരാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലുള്ള പയ്യന്നൂർ അമ്പലത്തിന്റെ വടക്കേ അതിര് തൊട്ട് കാസർഗോഡ് ജില്ലയിലെ ചിത്താരിപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന 3 കാതം അഥവാ 18 നാഴിക ദൂരം ദേശമാണ് അള്ളടം. അല്ലോഹലനെ വധിച്ച് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ദേശത്തിലാണ് പിന്നീട് നീലേശ്വരം രാജവംശം രൂപം കൊള്ളുന്നത്. നിർഭാഗ്യവശാൽ അല്ലോഹലനെ കുറിച്ചോ മറ്റ് സാമന്തന്മാരായ നാടുവാഴികളെ കുറിച്ചോ മുഖ്യധാരാ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഒരു സൂചനയുമില്ല. നീലേശ്വരം രാജവംശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതുകാലഘട്ടത്തിലെ പഠനങ്ങളിലാണ് അല്ലോഹലനെ കുറിച്ചുള്ള അറിവുകൾ കാണപ്പെടുന്നത്. ചരിത്ര വസ്തുതകളും മിത്തുകളും ഐതിഹ്യങ്ങളും തോറ്റംപാട്ടിലെ പരാമർശങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത്. ചരിത്ര പുരുഷന്മാരുടെ സാന്നിധ്യവും ഐതിഹ്യവുമാണ് ഈ നോവലിനെ ചരിത്ര നോവലാക്കി മാറ്റുന്നത്. കോലത്തിരികൾ കൊല്ലപ്പെട്ട് മുഖ്യധാരാ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും നാട്ടുകഥകളിൽ ഒരു ദുർഭരണാധികാരിയായി അല്ലോഹലൻ നിലനിന്നു. മുഖ്യധാരാ ചരിത്രങ്ങൾ എപ്പോഴും മുകളിൽ നിന്നുള്ള നോട്ടമായതിനാൽ രാജാവിന്റെ പക്ഷത്തു നിന്ന് അല്ലോഹലനെ ഒരു ദുർഭരണാധികാരിയായി കാണപ്പെട്ടു. ഈ നിലനിൽക്കുന്ന ചരിത്രത്തിന് ഒരു ബദൽ രൂപം നിർമ്മിച്ചെടുക്കുകയാണ് മാഷി നോവലിലൂടെ ചെയ്യുന്നത്. നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ അല്ലോഹലൻ, ചീമുളു എന്ന ദളിത് യുവതി, അല്ലോഹലന്റെ പടനായകനായ മൂലച്ചേരി നായർ, സത്യപാലകൻ, സുശംബരൻ എന്ന ബുദ്ധിസന്യാസി, പങ്കിപ്പിള്ളയാതിരി, പൊന്നിയമ്മ തുടങ്ങിയവരാണ്. സാമൂതിരിയുടെ രാജതന്ത്രങ്ങൾ അറിയാൻ കോലത്തിരിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ തിരുമകനായ കേരളവർമ്മ മഹാരാജാവ് സാമൂതിരിയുടെ കോട്ടയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റി സൗമിത്രൻ എന്ന പേരിൽ കടന്നുകയറുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മരുമകളായ പങ്കിപ്പിള്ളയാതിരിയെ പ്രണയിക്കുകയും ചെയ്തു. അക്കാലത്താണ് കോലത്തിരി മരണപ്പെട്ട വിവരം അറിഞ്ഞ കേരളവർമ്മയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. ഈ സന്ദർഭത്തിൽ കേരളവർമ്മ ഒരു ചാരനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ സാമൂതിരി പട രാജ്യം മുഴുവൻ അന്വേഷിച്ചിറങ്ങുന്നു. ഈ സാഹചര്യത്തിലാണ് പങ്കിപ്പിള്ളയാതിരി കേരളവർമ്മയാൽ ഗർഭിണിയാണെന്ന സത്യം എല്ലാവരും തിരിച്ചറിയുന്നത്. തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന പേരിൽ പങ്കിപ്പിള്ളയാതിരിയെയും അവളുടെ എല്ലാ ലീലകൾക്കും കൂട്ടുനിന്ന ഉറ്റതോഴിയായ തങ്കച്ചിയെയും ജലസമാധിയാക്കാൻ സാമൂതിരി തീരുമാനിക്കുന്നു. ഇരുവരെയും ഭ്രഷ്ടി കൽപ്പിച്ച് ഓട്ടത്തോണിയിൽ കയറ്റി നടുക്കടലിലേക്ക് തള്ളിവിട്ടു. മരണത്തെ മുഖാമുഖം കണ്ട ഇരുവരെയും രക്ഷിക്കാൻ പങ്കിപ്പിള്ളയാതിരിയുടെ അമ്മയായ ഇട്ടിച്ചിരുദേവി നെയ്ത്യാരമ്മ സത്യപാലകൻ എന്ന അവരുടെ അംഗരക്ഷകനെ കടലിലേക്ക് പറഞ്ഞയക്കുകയും ഇരുവരെയും രക്ഷിക്കുകയും ചെയ്തു. മൂവരെയും കുറച്ചു തോണിക്കാർ പിടികൂടി വളപട്ടണത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് സൗമിത്രൻ ആരാണെന്ന കാര്യം പങ്കിപ്പിള്ളയാതിരി പോലും തിരിച്ചറിയുന്നത്. കോലത്തിരിയുടെ ചാരന്മാർ വഴി ജലസമാധിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേരളവർമ്മ തോണിക്കാരെ കരയിലേക്ക് അയച്ചത്. പിന്നീട് കേരളവർമ്മ പങ്കിപ്പിള്ളയാതിരി വിവാഹം കഴിക്കുകയും അവർക്ക് പുല്ലഞ്ചേരി എന്നൊരു മകൾ ജനിക്കുകയും ചെയ്തു. മകൾ വളർന്ന് 7 വയസ്സ് തികയുന്നതിന് മുമ്പേ ഒരു ദേശത്തിന്റെ അവകാശം മകളുടെ പേരിൽ വ്യവസ്ഥ ചെയ്യേണ്ടതുണ്ട്. അതിനായി കേരളവർമ്മ ചെറുകുന്ന മുക്കാത്തത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പങ്കിപ്പിള്ളയാതിരിയുടെ ആഗ്രഹം അള്ളടം മുക്കാദം മകളുടെ പേരിൽ വ്യവസ്ഥ ചെയ്തു നൽകണമെന്നാണ്. പക്ഷെ അല്ലോഹലിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാത്ത പക്ഷം ഇത് സാധ്യമായിരുന്നില്ല. കോലത്തിരിയുടെ പ്രദേശമായ പെരിഞ്ചല്ലൂരിൽ നിന്നും ഓടിച്ചുവിട്ട ബുദ്ധമത വിശ്വാസികൾക്ക് അള്ളടത്തിൽ അല്ലോഹലിന്റെ പൂർവികർ അഭയം നൽകുകയും അവരിൽ ഒരാളായ സുശംബരനെ കോലത്തിരിയുടെ എതിർപ്പുകളെ അവഗണിച്ച് അല്ലോഹലിന്റെ സഭയിൽ അംഗത്വം നൽകുകയും കൂടാതെ പുലയ സ്ത്രീയെ സഭയിൽ പ്രവേശിപ്പിക്കുകയും അവരെ അടിനടവുകൾ പഠിപ്പിക്കാൻ കളരി ഏർപ്പെടുത്തുകയും അടിമ കച്ചവടം നിർത്തലാക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അല്ലോഹലിന്റെ പ്രവർത്തനങ്ങളാണ് കോലത്തിരിയുടെയും അല്ലോഹലിന്റെയും ബന്ധം വഷളാകാനുള്ള കാരണങ്ങളായി നോവലിസ്റ്റ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കോലത്തിരിയുടെ ആജ്ഞപ്രകാരം സത്യപാലകൻ സത്യവ്രതൻ എന്ന പേരിൽ അല്ലോഹലിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റി അദ്ദേഹത്തിനെതിരായി അല്ലോഹലിന്റെ പടത്തലവനായ മൂലച്ചേരി നായരെ ഉപയോഗിച്ച് അല്ലോഹലിനെ വധിക്കുകയും ചെയ്യുന്നത്. ശേഷം ദേശം സ്വന്തം നിയന്ത്രണത്തിലാക്കിയ കോലത്തിരി മകൾ പുല്ലഞ്ചേരിയിലൂടെ നീലേശ്വരം രാജവംശത്തിന് രൂപം നൽകുകയും ചെയ്യുന്നു. ചരിത്ര വസ്തുതകളുടെ പിൻബലമുള്ള ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് നോവൽ കെട്ടിയുണ്ടാക്കിയത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഒരിക്കലും നോവലിന്റെ പൂർണ്ണമായ കഥയല്ല, പകരം ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുമാണ് അല്ലോഹലിനെ നായകനാക്കി നോവൽ രചിച്ചിരിക്കുന്നത്. വളരെ ദയാലുവും പ്രജാക്ഷേമ തൽപരനും പ്രകൃതി സ്നേഹിയുമാണ് അംബികാസുധൻ മാഷിന്റെ അല്ലോഹലൻ. ഇത്തരത്തിൽ ഒരു നല്ല ഭരണാധികാരിയായി അല്ലോഹലിനെ നിർമ്മിക്കുന്നതിൽ എഴുത്തുകാരൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. മാഷിന്റെ വ്യക്തിജീവിതത്തിലും സാഹിത്യത്തിലും ഒരുപോലെ കാണുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രകൃതി സ്നേഹം. ഇത് ഈ നോവലിന്റെയും ഭാഗമാണ്. അല്ലോഹൽ എന്ന നോവലിലൂടെ അള്ളടം ദേശത്തിന്റെ പറയപ്പെടാതെ പോയ ചരിത്രത്തോടൊപ്പം സംസ്കാരത്തെയും അദ്ദേഹം വീണ്ടെടുക്കുന്നുണ്ട്. അള്ളട ദേശത്തിന്റെ സാംസ്കാരികമായ വളർച്ചയിൽ ആരാധനാലയങ്ങൾ മുഖ്യസ്ഥാനം വഹിക്കുന്നു. ഇത്തരം ആരാധനാലയങ്ങളിൽ പ്രാചീന മനുഷ്യർ തുടങ്ങിവെച്ച പല ആചാരങ്ങളും ഇന്നും അതേപടി തുടർന്നു പോരുന്നു. പ്രാക്തന മനുഷ്യർ ഉണ്ടാക്കി വെച്ച നിരവധി അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തെയ്യം.
ഇത്തരത്തിലുള്ള 7ഓളം തെയ്യങ്ങളെ പറ്റിയും അവയുടെ പുരാവൃത്തത്തെ പറ്റിയും മറ്റും വിശദമായ വിവരങ്ങൾ നോവലിൽ കാണാൻ സാധിക്കുന്നു. കുട്ടിച്ചാത്തൻ തെയ്യം, പൊട്ടൻ തെയ്യം, കാലിച്ചാൻ തെയ്യം, ബാലിത്തെയ്യം, ചിറപ്പോതി അഥവാ ചിറയിൽ ഭഗവതി, തൊണ്ടച്ചൻ തെയ്യം, കിളിഞ്ചൻ തെയ്യം തുടങ്ങിയവയാണവ. കൂടാതെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട കാമപൂജ, പൂരക്കിളി, മർത്തുകളി, ശാലിയപ്പൊറാട്ട് തുടങ്ങിയ ആഘോഷങ്ങളെയും തച്ചുമന്ത്രവാദം പോലെയുള്ള ആചാരങ്ങളെയും നോവൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഉത്തരി എന്നൊരു ആഘോഷത്തെക്കുറിച്ച് നോവലിൽ പരാമർശമുണ്ട്. അല്ലോഹലിന്റെ കാലത്ത് നിലനിന്നിരുന്ന ജാതീയമായ അസമത്വങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഭാഗത്ത് പോത്തോട്ടത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി കാണാവുന്ന ഒന്നാണ് ഉള്ളാളം പള്ളിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ. ഇവയെ പറ്റിയും നോവലിൽ പരാമർശമുണ്ട്. നോവലിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന മറ്റൊന്നാണ് ശകുനങ്ങൾ. ശകുനങ്ങളെ പറ്റിയും അവയുടെ പ്രതിവിധികളെ പറ്റിയും നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ഒരു ചരിത്ര നോവൽ എന്നതിനപ്പുറത്തേക്ക് അല്ലടം ദേശത്തിന്റെ അഥവാ നീലേശ്വരത്തിന്റെ തനത് സംസ്കാരത്തിന്റെ വിവരണം കൂടിയാണ് ഈ നോവൽ. കൂടാതെ അസുരനെന്നും വാനരനെന്നും മുദ്രകുത്തി മുഖ്യധാര ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നും പുറന്തള്ളിയവരെ ആരാധിക്കുന്ന ഒരു സംസ്കാരത്തെ ഇവിടെ കാണാൻ സാധിക്കും. പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പറയപ്പെടുന്ന ഇത്തരം വില്ലൻ കഥാപാത്രങ്ങളെ ആരാധിക്കുന്ന ശീലം ഉത്തര കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും നിലനിന്നു പോകുന്നുണ്ട്. കൊടും ചതിയിൽപ്പെട്ട് ഒടുങ്ങുന്ന വീരന്മാരായ പുരുഷന്മാരിൽ പെണ്ണുങ്ങളുമാണ് തുളനാട്ടിലെ തെയ്യങ്ങളെ പുനർജനിച്ച് ദൈവങ്ങളെ പോലെ ആരാധിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ കൊടുംചതിയിൽപ്പെട്ട് കൊല്ലപ്പെടുന്ന രാമായണത്തിലെ കഥാപാത്രമാണ് ബാലി. ഈ ബാലിയെ ഒരു തെയ്യമായി കണ്ട് ഇന്നും ആരാധിച്ചു പോരുന്നുണ്ട്. മറ്റൊന്ന് രാവണനാണ്. കാസർഗോഡ് ജില്ലയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ചിത്താരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന രാവണീശ്വരം എന്ന പ്രദേശത്ത് രാവണനെ പൂജിക്കുന്നുണ്ട്. അതുപോലെ കേരളം മുഴുവൻ ഓണം ആഘോഷിക്കുന്നതിന് പകരമായി മഹാബലിയെ വരവേൽക്കുന്ന പൊലിയന്ത്രം എന്നൊരു ആചാരം ഈ പ്രദേശത്ത് നിലവിലുണ്ട്. ഈ ആചാരത്തിന്റെ ഭാഗമായി അസുര ചക്രവർത്തിയായ മഹാബലിയെ ബലീന്ദ്രനായി കണ്ട് ഇവർ ആരാധിക്കുന്നു. സാധാരണ പ്രചാരത്തിലുള്ള മഹാബലിയുടെ കഥയിൽ നിന്നും നേരിയ വ്യത്യാസങ്ങളോടുകൂടിയാണ് ഈ കഥ. അല്ലവിൽ എന്ന നോവലിൽ വളരെ പ്രാധാന്യത്തോടെ വടക്കൻ കേരളത്തിന്റെ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയുടെ നിരർത്ഥകതയെ പറ്റിയും നോവൽ വായനക്കാരോട് സംവദിക്കുന്നുണ്ട്. നീങ്കളെ കൊത്തിയാലും ചോരയല്ലേ ചോവറേ, നാങ്കളെ കൊത്തിയാലും ചോരയല്ലേ ചോവറേ, പിന്നെന്ത് ചോരകുലം പിശകുന്നു. ഇന്ന് ശക്തമായ ജാതിക്കെതിരായി പ്രതികരിച്ച ഒട്ടൻ തെയ്യത്തിന്റെ ഐതിഹ്യവും നോവലിന്റെ ഭാഗമാണ്. കൂടാതെ ഈ വരികൾ നോവലിന്റെ മുഖമുദ്രയായി ആദ്യ പേജുകളിൽ തന്നെ നൽകിയിരിക്കുന്നത് കാണാം. ജാതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് പൊന്നിയമ്മ. പൂർണ്ണമായും ഭാവനാത്മകമായ കഥാപാത്രമാണിത്. ഒറ്റനോട്ടത്തിൽ ശക്തിയുടെയും ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് പൊന്നിയമ്മ. ഇതിൽ നിന്നെല്ലാം ജാതി വ്യവസ്ഥയ്ക്കെതിരായി നിർമ്മിച്ച ഒരു ബദൽ സ്വരൂപമാണ് ഈ നോവൽ എന്ന് നോക്കിക്കാണാവുന്നതാണ്. മുഖ്യധാരാ ചരിത്രങ്ങൾ സമൂഹത്തെ വീക്ഷിച്ചിരുന്ന സമീപനങ്ങൾ പുതിയ കാലത്ത് പൊളിച്ചെഴുത്തിന് വിധേയമായിട്ടുണ്ട്. ചരിത്ര പാഠങ്ങൾ മിക്കപ്പോഴും മേലെത്തട്ടിൽ നിന്ന് രൂപപ്പെടുന്നവയും സാമൂഹിക വ്യവസ്ഥയിൽ ഉയർന്നു നിൽക്കുന്നവരെ മാത്രം പരിഗണിക്കുന്നവയും ഏകപക്ഷീയവുമാണ്. സൂക്ഷ്മചരിത്രം, പ്രാദേശിക ചരിത്രം, താഴെത്തട്ടിൽ നിന്നുള്ള ചരിത്ര വായന തുടങ്ങിയവയൊക്കെ ഇന്ന് വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അല്ലോഹിൽ എന്ന ചരിത്ര നോവൽ പ്രസക്തമാകുന്നത്. ഈ നോവൽ കോലോത്തിരിയാൽ കൊല്ലപ്പെട്ട അല്ലോഹിൽ എന്ന പ്രഭുവിന്റെ ഭാഗത്തു നിന്നും രചിക്കപ്പെട്ട ചരിത്ര നോവലാണ്. കൂടാതെ ജാതീയമായും മതപരമായും ലിംഗപരമായും അസമത്വം നേരിടുന്നവരുടെയും പക്ഷത്തു നിന്നാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത്. മുഖ്യധാരാ ചരിത്രങ്ങളിൽ നിന്നും പിന്തള്ളിയ നീലേശ്വരം ദേശത്തിന്റെ സാംസ്കാരികമായ സവിശേഷതകളും ആചാരങ്ങളും ഈ നോവലിന്റെ ഭാഗമാണ്. കേരള ചരിത്രം അന്വേഷിക്കുന്നവർ മലബാറിന്റെ വടക്കേ അതിർത്തിയായി കണക്കാക്കി വന്ന പയ്യന്നൂർ വരെയുള്ള പ്രദേശത്തിന്റെ ചരിത്രത്തിലാണ് ശ്രദ്ധ വെച്ചത്. അതിൽ പയ്യന്നൂരിന് ശേഷം വരുന്ന അള്ളട ദേശത്തിന്റെ ചരിത്രമോ അള്ളടത്തിന് വടക്ക് മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളുടെ ചരിത്രമോ ഉൾപ്പെടുത്താൻ ചരിത്രകാരന്മാരൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിന് മറ്റൊരു കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ അള്ളട മുക്കാദം ദേശം പഴയ കർണാടകത്തിന്റെ തുളുവ പ്രദേശത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഇതിന്റെ പൂർവ്വ ചരിത്ര രേഖകളെല്ലാം കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളവയും അവ കർണാടകത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളവയുമാണ്. കാരണത്താൽ ബഹുഭാഷാ പണ്ഡിതർക്ക് മാത്രമേ ഈ പ്രദേശത്തിന് മറഞ്ഞിരിക്കുന്ന ചരിത്രം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ലോകന്റെ റിപ്പോർട്ടിൽ പോലും പയ്യന്നൂർ വരെ കേന്ദ്രീകരിച്ച വിവരങ്ങളാണ് പ്രധാനമായും കാണുക. പിന്നീട് ഫ്രാൻസിസ് ബുക്കാനനാണ് മദ്രാസ് മുതൽ മൈസൂർ തുടങ്ങി കള്ളടം കടന്ന് പയ്യന്നൂർ വരെയുള്ള പ്രദേശങ്ങളുടെ കുറേയേറെ വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ ചരിത്രം മാറ്റി നിർത്തിയ ഒരു ദേശത്തിന്റെ വീണ്ടെടുപ്പാൻ നോവലിനെ കാണാം. ഈ നോവൽ എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ആദിത്യ. എഴുത്തനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും അല്ലോഹലൻ നോവലിന്റെ രചയിതാവുമായ അംബികാസുധൻ മാങ്ങാട് മാഷ് നമ്മുടെ കൂടെയുണ്ട്. ഒത്തിരി സന്തോഷം മാഷെ. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ സമയം പങ്കിടുന്നതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം.
സാറ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ഭാര ഗ്രാമത്തിലാണ് ജനിച്ചത്. ജന്തുശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടിയിട്ടുണ്ട്. കഥയിലെ കാലസങ്കല്പം എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. ചിന്നമുണ്ടി, കുന്നുകൾ പുഴകൾ, എൻ മകജെ, രാത്രി, രണ്ടു മുദ്ര, ജീവിതത്തിന്റെ മുദ്ര, കമേഴ്ഷ്യൽ ബ്രേക്ക്, വാലില്ലാത്ത കിണ്ടി, ഒതേനന്റെ വാള്, മരക്കാപ്പിലെ തെയ്യങ്ങൾ, രണ്ടു മത്സ്യങ്ങൾ, മാക്കം എന്ന പെൺ തെയ്യം, പൊള്ളിയ ഒരു വിരൽ, പ്രാണവായു, കാരക്കുളിയൻ, നീരാളിയൻ, അല്ലോഹലൻ എന്നിവയാണ് പ്രധാന കൃതികൾ. കയ്യൊപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട്. കഥാരംഗം നോവൽ അവാർഡ്, കാരൂർ പുരസ്കാരം, തുഞ്ചൻ സ്മാരക അവാർഡ്, അങ്കണം അവാർഡ്, ഇതൾ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മലയാറ്റൂർ രാമകൃഷ്ണൻ അവാർഡ്, ഒ ചന്തുമേനോൻ നോവൽ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി മാഷിനെ ക്ഷണിക്കുന്നു. വളരെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതിവാര ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. നിങ്ങളുടെ ചർച്ചയിൽ അല്ലോഹലൻ ഉൾപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. ആദിത്യ വളരെ ഭംഗിയായിട്ട് തന്നെ പുസ്തകത്തെ വിലയിരുത്തി. ആദിത്യയെ നേരത്തെ തന്നെ എനിക്ക് പരിചയമുണ്ട്, എൻ്റെ നാട്ടുകാരാണ്. വളരെ ഭംഗിയായിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. എഴുത്തനുഭവവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി സംസാരിക്കാമെന്ന് കരുതുന്നു. ഏതാണ്ട് ഒരു 35-40 വർഷം മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ അല്ലോഹലൻ കയറി കൂടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലേക്ക് ജോയിൻ ചെയ്ത് പോകാൻ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ വഴിയിൽ മടിയൻകൂലം എന്ന ഈ നോവലിൻ്റെ പശ്ചാത്തലം കാണുമായിരുന്നു. പലപ്പോഴും അവിടെ പോകുമായിരുന്നു. തെയ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പതിവുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു കൊണ്ടിരുന്നു. അവിടെ ചെല്ലുമ്പോഴൊക്കെ അല്ലോഹലന്റെ കഥ കേട്ടു. അല്ലോഹലൻ എന്നൊരു നാടുവാഴി 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തെ കൊന്ന് വലിച്ചു താഴ്ത്തിയ കുളവും ഇപ്പോഴുമുണ്ട്. ക്ഷേത്രത്തോട് ചേർന്നിട്ട് 2 കുളങ്ങളുണ്ട്. അതിലൊന്നിലാണ് അല്ലോഹലനെ കൊന്നു താഴ്ത്തിയത് എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. പക്ഷെ 2005 ഈ രാജാവിനെ കുറിച്ചുള്ള വസ്തുത, തോറ്റമ്പാട്ടിൽ പറയുന്ന വസ്തുത ഒരു പുസ്തകത്തിലൂടെ എനിക്ക് വായിക്കാൻ സാധിച്ചു. അന്നു മുതലാണ് അല്ലോഹലനെ ഒരു നോവലാക്കി മാറ്റാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ 2001 തന്നെ ഞാൻ എഴുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ഗൃഹപ്രവേശം എന്ന കഥയിൽ അല്ലോഹലൻ വരുന്നുണ്ട്. അല്ലോഹലന്റെ ഒരു ആഭരണപ്പെട്ടിയാണ് വിഷയം. പിന്നീട് 2010-11 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ എഴുതിയ തുപ്പുന്ന എന്ന കഥയിൽ അല്ലോഹലന്റെ കോളാമ്പി അല്ലെങ്കിൽ തുപ്പുന്ന ആണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം പോലെ കഥയിലുടനീളം നിൽക്കുന്ന ഒന്ന്. 2005 മുതൽ ആലോചന നടന്നുവെങ്കിലും എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയെങ്കിലും 2006 പെട്ടെന്ന് എൻമകജെ ഒരിക്കലും എഴുതില്ല എന്ന് തീരുമാനിച്ച ഒരു നോവൽ പെട്ടെന്ന് എഴുതാൻ തുടങ്ങുകയും അത് എഴുതി കഴിഞ്ഞിട്ട് അല്ലോഹലൻ എഴുതാൻ തുടങ്ങാമെന്ന് കരുതുകയും ചെയ്തു. പക്ഷെ 2009 എൻമകജ എഴുതി കഴിയുമ്പോൾ ഞാൻ മാനസികമായിട്ട് വളരെ തകർന്നു പോയിരുന്നു ആ നോവൽ എഴുത്തിന്റെ ഭാഗമായിട്ട്. കാരണം ആ നോവലിൽ വരുന്ന കഥാപാത്രങ്ങളും കുട്ടികളും എല്ലാം എനിക്ക് നേരിട്ടറിയുന്ന ആളുകളായിരുന്നു.
അവർ ജീവിച്ച ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന സമരങ്ങൾ സംഘടിപ്പിക്കാനും മറ്റും പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ സമരപ്പന്തലുകളിൽ വരുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും എന്നുള്ള നിലയിലുമൊക്കെ ഒരുപാട് പേരെ അറിയാമായിരുന്നു. അവരെഴുതേണ്ടി വന്നതിൽ ഉള്ള ഒരു ആഘാതം, അതുകൊണ്ട് ജീവിതത്തിൽ ഇനി നോവൽ എഴുതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടുള്ള വർഷങ്ങൾ ഞാൻ കഥകൾ എഴുതിയെങ്കിലും നോവൽ എഴുതാതിരുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, എന്തിനാണ് എഴുതാതിരിക്കുന്നത്. അങ്ങനെയാണ് മാക്കം എന്ന പെൺതെയ്യം 17-ാം നൂറ്റാണ്ടിലെ ഒരു കഥ എഴുതുന്നത് നോവലായിട്ട്. അത് എഴുതുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുള്ളത്, 14-ാം നൂറ്റാണ്ടിലെ അല്ലോഹലന്റെ കഥ പറയാൻ എനിക്ക് 17-ാം നൂറ്റാണ്ടിലേക്ക് ഇറങ്ങി വന്നാൽ വളരെ എളുപ്പമാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയാണ് മാക്കം ആദ്യം എഴുതിയിട്ട് തൊട്ടു പിന്നാലെ അല്ലോഹലൻ എഴുതുന്നത്. അല്ലോഹലന്റെ രചന എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. എന്മകജെ, മരക്കാപ്പ് പോലുള്ള നോവലുകളെക്കാളും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനത് എഴുതിയത്. എൻ്റെ പല കാരണങ്ങളൊന്ന്, 14-ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക ചരിത്രമോ അല്ലെങ്കിൽ അന്നത്തെ ചരിത്ര വസ്തുതകളോ ഒന്നും ലഭ്യമല്ല. അപ്പം അത് തേടിപ്പിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. ചില വാമൊഴികളും ചില കഥകളും ഒക്കെയാണ് ഉള്ളത്. ഈ വാമൊഴികളിലും തെയ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളിലുമൊക്കെ 1-2 പാരഗ്രാഫുകളിൽ മാത്രം അല്ലോഹലന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അല്ലോഹലനെ കുറിച്ച് ഞാൻ വായിച്ചതിലെല്ലാം അല്ലോഹലൻ മഹാദുഷ്ടനായ ഒരു രാജാവായിരുന്നു. പക്ഷെ എൻ്റെ നോവലിൽ ഞാൻ അതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. അല്ലോഹലൻ നേരത്തെ ആദിത്യ പറഞ്ഞതുപോലെ സന്മനസ്സുള്ള, നന്മയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള, ഭൂതകാരുണ്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അപ്പം അതിനെനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം മാർത്താണ്ഡവർമ്മ എന്നൊരു നോവൽ വരുമ്പോൾ ആ നോവലിലുള്ള മാർത്താണ്ഡവർമ്മയല്ല ശരിക്കും ഉള്ള മാർത്താണ്ഡവർമ്മ എന്ന് നമുക്കറിയാം, ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. ഒരുപാട് കൊള്ളകൾ നടത്തിയിട്ടുള്ള, ഒരുപാട് പേരെ കൊന്നിട്ടുള്ള, ഒരുപാട് കവർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു രാജാവാണ് മാർത്താണ്ഡവർമ്മ. പക്ഷെ നോവലിൽ അങ്ങനെ ഒരാൾ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ചരിത്രത്തോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തെ നമുക്ക് താഴെ നിന്നും മുകളിൽ നിന്നും നോക്കാം. മുകളിൽ നിന്നും നോക്കി എഴുതിയിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളാണ് 99% ചരിത്ര പുസ്തകങ്ങൾ. കീഴാളന്റെ പക്ഷത്ത് നിന്ന്, ഇരയുടെ പക്ഷത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് നോക്കിക്കൊണ്ട് ചരിത്രങ്ങൾ, എഴുതപ്പെട്ട ചരിത്രങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് അല്ലോഹലന്റെ ഒരു ബദൽ ചരിത്രമാണ് എന്ന് പറയാം. ബദൽ ചരിത്രം മാത്രമല്ല, ബദൽ സാംസ്കാരിക ചരിത്രം കൂടിയാണ്. തുളുനാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ, അതിൻ്റെ വൈവിധ്യത്തെ, അതിൻ്റെ പലമകളെ, അതിൻ്റെ അപൂർവതകളെ ഒക്കെ കണ്ടെത്താനും കൊണ്ടാടാനും അല്ലോഹലൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് 3.5 വർഷക്കാലത്തെ ഒരു കഠിനമായ തപസ് ഈ പുസ്തക രചനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. മറ്റു പുസ്തകങ്ങളെല്ലാം, എന്മകജയൊക്കെ ഞാൻ 2.5 വർഷം കൊണ്ട് എഴുതുമ്പോൾ കോളേജിൽ പോവുകയും മറ്റു പ്രവർത്തനങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അനേകം തിരക്കുകൾക്കിടയിലാണ് ഞാൻ എൻ്റെ മറ്റ് 4 നോവലുകളും എഴുതിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ 5 നോവലുകളും DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ അല്ലോഹലൻ എഴുതുന്ന സമയത്ത് അതിൽ തന്നെ മുഴുകി ഇരിക്കുകയായിരുന്നു. റിട്ടയർ ചെയ്തതുകൊണ്ട് മുഴുവൻ സമയവും അല്ലോഹലന്റെ രചനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു കാലത്ത്, ഇത്രയും കാലം മനസ്സിൽ കിടന്ന ഒരാശയം ഒരു നോവൽ രൂപത്തിൽ എഴുതുന്നത്. പക്ഷെ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇനി വായിക്കാൻ പോകുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇതൊരു രാജാവിൻ്റെ കഥയല്ല. വാസ്തവത്തിൽ രാജാവിൻ്റെ കഥയുണ്ടെങ്കിലും
ഇത് ഒരു സാമൂഹ്യ പ്രമേയം, ശക്തമായ ഒരു സാമൂഹ്യ പ്രമേയം ഇതിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ജാതി എന്ന വിഷയമാണ്. കാരണം നമ്മൾ സ്ഥൂലതലത്തിൽ ജാതിയെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ സമര മുന്നേറ്റങ്ങളും ഒക്കെ ചേർന്നിട്ട്, നമ്മുടെ വായനയുടെ സംസ്കാരവും ഒക്കെ ചേർന്നിട്ട് ജാതിപരമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളെ തുടച്ചു മാറ്റാനും തൊട്ടുകൂടായ്മയെയും തിണ്ടിക്കൂടായ്മയും ഒക്കെ വേലിപ്പുറത്ത് നിർത്താനും ഒക്കെ നമുക്ക് സാധിക്കുകയും നമുക്ക് എല്ലാ ജാതി മനുഷ്യരുമായിട്ടും മതസ്ഥരുമായിട്ടും കൂടി തോളിൽ കൈയിട്ട് നടക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ചുറങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ടെങ്കിലും സൂക്ഷ്മതലത്തിൽ ജാതി അതിൻ്റെ എല്ലാ നൃശംസതകളും ഒരു സർപ്പം ഇരുട്ടിൽ പത്തി വിരിച്ച് ഭീഷണമായി നിൽക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് ജാതി നിൽപ്പുണ്ട്. പെട്ടെന്നൊരു മരണം ഒരു വീട്ടിൽ സംഭവിക്കുമ്പോഴോ, ഒരു കല്യാണക്കാര്യം വരുമ്പോഴോ, ഒരു മറ്റു പൊതുകാര്യം വരുമ്പോഴോ, എന്തിന് ഒരു ഇലക്ഷൻ വരുമ്പോൾ പോലും ജാതി, ചിലപ്പോൾ മതവും സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് കാണാം. അങ്ങനെ സ്ഥൂലതലത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തെങ്കിലും സൂക്ഷ്മതലത്തിൽ ജാതി അതിൻ്റെ എല്ലാ കരാളമായ യുക്തികളുമായിട്ട്, കരാളമായ രൂപങ്ങളുമായിട്ട് അത് ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്ന് ജനതയെ ബോധ്യപ്പെടുത്താനും അതൊരു സമരമാർഗമാണ് എന്ന് തിരിച്ചറിയാനും, എഴുത്തൊരു സമരമാർഗമാണ് എന്ന് ഞാൻ എപ്പോഴും അഭിമുഖങ്ങളിൽ പറയുന്ന ഒരാളാണ്. 50 വർഷം മുമ്പ് ജീവിത പ്രശ്നങ്ങൾ എന്ന ഒരു കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഥ എഴുത്തിലേക്ക് വന്നത്. ഇന്നും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. സങ്കല്പകാന്തികളിൽ അഭിരമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളരിക്ക പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഭാവന കൊണ്ട് തോണി തുഴയുന്ന, എഴുത്തിന്റെ തോണി തുഴയാൻ ശ്രമിക്കുന്ന ഒരാളല്ല. മറിച്ച് വളരെ പച്ചയായ ജീവിതത്തിൽ, വളരെ ദാരുണമായ ജീവിതം, ഇല്ലായ്മകളും വല്ലായ്മകളും അനുഭവിക്കുന്ന ഒരു ജനതതിയെ മുന്നിൽ കണ്ടുകൊണ്ട്, കഷ്ടപ്പെടുന്നവരുടെയും നിലവിളിക്കുന്നവരുടെയും വേദന ആഹരിക്കുന്നവരുടെയും കൂടെ നിന്നുകൊണ്ട് എഴുതാനാണ് ഈ അരനൂറ്റാണ്ട് കാലം ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ ഏറ്റവും പുതിയ തോട്ടുംകര പോതി എന്ന 27ാമത്തെ ചെറുകഥാ സമാഹാരമാണ്. ആകെ 75 പുസ്തകങ്ങൾ, ഈ ഒരു കാലത്ത് എഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ ഉൾപ്പെടെ 75ഓളം പുസ്തകങ്ങളിൽ 27 ചെറുകഥാ സമാഹാരങ്ങളാണുള്ളത്. ഇതിലെല്ലാം ഈ നേരത്തെ പറഞ്ഞ ജീവിത പ്രശ്നങ്ങൾ തൊട്ട് തോട്ടുംകര പോതി എന്ന് പറയുന്ന സമാഹാരത്തിലുള്ള കഥകൾ വരെ മനുഷ്യന്റെ വളരെ യാഥാർത്ഥ്യം പൊള്ളുന്ന ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിക്കുമ്പോൾ വീഡിയോ കൂടി ഓൺ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് കുറച്ച് സമയം കൂടി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. എന്നെ ക്ഷണിച്ചതിൽ നിങ്ങൾക്കെല്ലാവർക്കും, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമസ്കാരം. നന്ദി മാഷെ. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എല്ലാവരും സജീവമായി ഇടപെടണം. മാഷെ, ഞാൻ അജീഷാണ് കേട്ടോ. അജീഷ് പറയൂ. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇടയ്ക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല. മാഷെ ഇപ്പൊ ചെന്നൈയിലാണോ അതോ കേരളത്തിലാണോ? ചെന്നൈയിൽ. ഞാൻ ഈ നോവൽ എഴുതുന്ന കാലത്തായിരുന്നു ചെന്നൈയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു നാട്ടിലൊരു വർഷമായിട്ട് നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. ഞാൻ മാഷെ ലാസ്റ്റ് വിളിച്ചത് ചെന്നൈയില ആവുമ്പോഴാണ് നമ്മൾ ആ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തത്.
മാഷെ, ഞാൻ ഞാൻ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ചരിത്രത്തെ നമ്മൾ ഇപ്പൊ ഈ നമ്മുടെ ആഗസ്റ്റ് 17-ലും ഒക്കെ വരുന്ന രീതിയിൽ ചരിത്രത്തെ വേറെ ഏതെങ്കിലും രീതിയിലോട്ട് മറിച്ചിട്ടുകൊണ്ട്, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ മെറ്റാഫിഷൻ പോലെ അങ്ങനെ ഈ നോവലില് ചില സ്ഥലങ്ങളിൽ എങ്കിലും കാണാമെന്ന് തോന്നുന്നു. കാരണം പണ്ട് നടന്ന അല്ലെങ്കിൽ ഒരു പുരാവർത്തത്തെ പുതിയ കാലത്തേക്ക് കൊണ്ടുവന്നപ്പം മാഷിപ്പോ പറഞ്ഞില്ലേ ജാതിയുടെ ഒക്കെ പ്രശ്നങ്ങൾ. അപ്പൊ അപ്പൊ അങ്ങനെ ചെയ്തതിന് അല്ലെങ്കിൽ ഉദാഹരണം നമുക്ക് നോവലിൽ നിന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഭാഗം പറയാൻ പറ്റുമോ? മാഷ് പറഞ്ഞപ്പം ഈ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അപ്പൊ യഥാർത്ഥത്തിലുള്ള മാർത്താണ്ഡവർമ്മയല്ല നോവലിൽ വരുന്നതെന്നുള്ള രീതിയിൽ മാഷ് പറഞ്ഞല്ലോ. അപ്പം അല്ലോഹലനുമായി ബന്ധപ്പെട്ട് മാഷ് കൂട്ടിച്ചേർത്ത ചരിത്ര ഭാഗമോ അല്ലെങ്കിൽ ഭാവന ഉപയോഗിച്ചുകൊണ്ട് വരുത്തിയ മാറ്റമോ അങ്ങനെയൊന്ന് കൃത്യമായി പറയാൻ പറ്റുമോ മാഷെ? തീർച്ചയായിട്ടും മജീഷ് ഒരുപാട് വിശദമായിട്ട് പറയേണ്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഞാനതിൽ 1-2 ഇൻസിഡൻസ് മാത്രം പറയാൻ തോന്നുന്നു. അല്ലോഹലിനെ കുറിച്ച് നമുക്ക് ലഭ്യമായത് അദ്ദേഹം ദുഷ്ടനാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് കൊന്നു കുഴിച്ചുമൂടി എന്നാണ്. പക്ഷേ നമുക്ക് അന്വേഷിക്കുമ്പോഴും മനസ്സിലാകുന്നത് അല്ലോഹലനെ പിന്നിൽ നിന്നും കുത്തിയിട്ടാണ് കൊന്നത്. പിന്നിൽ നിന്നും കുത്തിയിട്ട് കൊല്ലണമെങ്കിൽ മുന്നിൽ നിന്നും കുത്തിക്കൊല്ലാൻ പറ്റാത്ത ഒരാളെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. പിന്നെ അല്ലോഹലന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ടാണ് വരേണ്യവർഗം അല്ലോഹലനെ ചതിയിൽപ്പെടുത്തി കൊല്ലുന്നത്. ഈ വരേണ്യവർഗമാണ് പിന്നീട് ഈ മടിയൻകൂലം എന്ന ക്ഷേത്രം പിടിച്ചെടുക്കുന്നത്. രാജധാനിയും ക്ഷേത്രവും ഒക്കെ പിടിച്ചെടുത്തിട്ട് ആ പിടിച്ചെടുത്തത് ആരാണോ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പൊ അധികാരി വർഗം അല്ലെങ്കിൽ മേലാളന്മാര് എപ്പോഴും അവരുടെ ചരിത്രമാണ് ഉണ്ടാക്കുക. യഥാർത്ഥമായ ചരിത്രം അടക്കുന്നുണ്ടാവും. അത് അന്നത്തെ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ യുക്തികൾ കൊണ്ടും ഭാവന കൊണ്ടും പിടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോ ഈ അല്ലോഹലനെ വിളക്കുകാല് കൊണ്ടാണ് കുത്തിക്കൊല്ലുന്നത് എന്ന് സൈന്യാധിപൻ കൊല്ലുന്നത്, കൂടെ നിൽക്കുന്ന ആളാണ് കൊല്ലുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സൈന്യാധിപൻ എപ്പോഴും വാളുമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ എന്തിനാണ് വിളക്കുകാല് കൊണ്ട് കുത്തിക്കൊല്ലുന്നത്? അപ്പൊ അതിന് യുക്തിസഹജമായൊരു ഉത്തരം എഴുത്തുകാരൻ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പൊന്നിയമ്മ തെയ്യം പോയിട്ട് അല്ലോഹലിനോട് പറയുന്നത് 3 ദിവസത്തേക്ക് ആയുധങ്ങളും ഇരുമ്പായുധങ്ങളൊന്നും ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും കോട്ടയുടെ ഉള്ളിൽ ആരും കടത്താൻ പാടില്ല എന്നുള്ളൊരു ഇത് പൊന്നിയമ്മ പറയുന്നത്. അവർക്കൊരു സ്വപ്ന ദർശനം പോലെ ഉണ്ടായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ സേനാധിപന് പോലും അകത്തേക്ക് വാളുമായിട്ട് വരാൻ പറ്റാത്തത്. അപ്പൊ നമുക്ക് ഭാവന ഒരുപാട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ വളരെ ചുരുക്കം കഥാപാത്രങ്ങളെ ശരിക്കുള്ളവരായിട്ടുള്ളൂ. ഇതിലെ സേനാനായകന്മാർക്കോ മറ്റു പലർക്കുമോ പേരില്ല. അല്ലോഹലൻ, അദ്ദേഹത്തിന്റെ അനുജൻ മന്നോൻ എന്ന് പറയുന്ന 2 പേരുടെ പേരെ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ വേറെ കേരളവർമ്മയായിട്ട് ബന്ധപ്പെട്ട 1-2 പേരുകൾ, സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട 1-2 പേരുകൾ, ഇങ്ങനെയുള്ള ഏതാനും പേരുകൾ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ഭാവനയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, ചരിത്ര നോവലാണ്. ചരിത്രമായിട്ട് നമുക്ക് ഒരിക്കലും അതിനെ വായിക്കാൻ പറ്റില്ല. നോവൽ തന്നെയാണ്, പക്ഷെ ചരിത്ര നോവലാണ്. ചരിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ആഗസ്റ്റ് 15 നല്ല നോവലാണെങ്കിലും അതിലെ ചില സന്ദർഭങ്ങളോട് എനിക്ക് അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ മരിച്ചു പോയതായിട്ട് പറയുമ്പോൾ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ വരും. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന, വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനെ അങ്ങനെ നമുക്ക് അങ്ങനെ ചരിത്രത്തെ അട്ടിമറിക്കാൻ എഴുത്തുകാരന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അത്തരം അതിസ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. മറിച്ച് എനിക്ക് അല്ലോഹലന്റെ കഥയിലൂടെ പറയാനുള്ളത്, ജാതികളും ഉപജാതികളുമായിട്ട് കെട്ടിമറിയുന്ന ഒരു ചളിക്കുളത്തിൽ പുഴുക്കൾ എപ്രകാരമാണോ നുരയുന്നത്, അതുപോലെ നുരയുന്ന
ഒരു സമൂഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനും ആ നോവലിലെ തന്നെ ശുശംബരൻ പറയുന്ന ഒരു കാര്യം, പ്രജാഭരണം വന്നു കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും ഭാവിയിൽ സ്ഥിതി. പ്രജാഭരണമാണല്ലോ ജനാധിപത്യ സമ്പ്രദായത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ചരിത്രത്തെ ആ നിലയിൽ വീണ്ടെടുക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, ശുശംബരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം പറയാം. എന്നോട് നോവൽ വായിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ കാസർഗോഡ് ജില്ലയിൽ ബുദ്ധമതത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ലഭ്യമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ബുദ്ധാരാമം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അതിനെ വർണ്ണിച്ച് നോവലിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കിയിട്ട് ബുദ്ധാരാമത്തെ വർണ്ണിക്കുന്നത്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, പ്രത്യക്ഷത്തിൽ ബുദ്ധമതത്തിന്റെ അടയാളങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ, ഉത്തര കേരളത്തിൽ ഇല്ലെങ്കിലും ധാരാളം തെളിവുകളുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ശാസ്താവിന്റെ ക്ഷേത്രങ്ങളാണ്, ബുദ്ധമതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇവിടെയുള്ള പുലിയന്ത്രം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ തെയ്യങ്ങളുടെ പള്ളിയറകളുണ്ട്. ഈ പള്ളിയറകളൊക്കെ, ആ പള്ളി എന്ന വാക്ക് നോക്കുക, ഇവിടെ പള്ളിക്കരകളുണ്ട്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സ്ഥലപ്പേരുകളുണ്ട്. ഇതൊക്കെ ബുദ്ധമതത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ എന്നുള്ളതിന്റെ തെളിവാണ്. അതിനും അപ്പുറത്ത് നമ്മുടെ ഭാഷയിലേക്ക് ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളായിട്ട് പറയുന്ന അമ്മ, അച്ഛൻ, അമ്മയാണല്ലോ നമുക്ക് ആദ്യത്തെ വാക്ക്. ഇത് മലയാളമാണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാമെങ്കിലും അത് ബുദ്ധമതം നമുക്ക് തന്ന, പാലി ഭാഷയിൽ നിന്ന് നമുക്ക് ബുദ്ധമതം സമ്മാനിച്ച വാക്കുകളാണ്. അപ്പൊ എത്രത്തോളം അടിയിലോട്ട് വേരുപോയിരിക്കുന്നു ബുദ്ധമതത്തിന്റെ എന്നുള്ളത് നോക്കുക. അപ്പൊ അമ്മ, അച്ഛൻ എന്ന വാക്ക് പോലും നമുക്ക് ബുദ്ധമതം തന്നതാണ് എന്ന് പറയുമ്പോൾ തലയിൽ കൈവച്ച് അയ്യോ എന്ന് നിലവിളിക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം അയ്യോ എന്ന വാക്ക് തന്നതും ബുദ്ധമതമാണ്. അയ്യനാണ്, അയ്യനെ വിളിക്കുകയാണ് നമ്മൾ. അയ്യൻ ആരാണ്? ബുദ്ധനാണ്. അയ്യൻ അയ്യപ്പനാണ്, ശബരിമല ശാസ്താവാണ്, അയ്യപ്പനാണ്. അപ്പോ നമ്മൾ പടച്ചോനെ എന്നും ഈശ്വര എന്നും ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ ആളുകൾ. ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ. അതുപോലെ നമ്മളൊക്കെ, നമ്മുടെ പൂർവികന്മാർ മുഴുവൻ വിളിച്ചിരുന്നതാണ് അയ്യോ 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 രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബുദ്ധ ഭഗവാനെ രക്ഷിക്കണേ എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചരിത്രം കുറെ മുമ്പ് പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും 14-ാം നൂറ്റാണ്ടിന് ഉചിതമായ ഒരു ചരിത്രത്തെ ഭാവന ചെയ്യാൻ എനിക്ക് നല്ല കഠിനാധ്വാനം ഉണ്ടെങ്കിലും അതിനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ചരിത്രത്തെ അട്ടിമറിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഓക്കെ. നന്ദി മാഷെ. മാഷ് പറഞ്ഞത് വ്യക്തമായി കേട്ടോ. അത് ഈ ഓക്കെ. സമകാലിക നോവലിലൂടെ കടന്നു പോകുമ്പോൾ ആണ് എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത്. മാഷിന്റെ കൃതികളെല്ലാം വായിക്കാറുണ്ട്. എന്തായാലും ഞാൻ ഏറ്റവും അഭിമാനത്തോട് ഓർക്കുന്ന 2 മത്സ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് മാഷ് എപ്പോഴും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വന്നിട്ടാണെങ്കിലും ഇപ്പൊ വരാനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. എല്ലാ ആഴ്ചയും നടത്തുന്ന ഈ പരിപാടി നമുക്ക് വലിയ പ്രയോജനം കൂടിയാണ് മാഷെ. അപ്പോ ഇത് അവതരിപ്പിച്ച ആളെയും പ്രത്യേകം വളരെ സൂക്ഷ്മമായും കൃത്യമായും പറഞ്ഞു. അത് ആ ഒരു പ്രദേശത്തുനിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് കൂടിയാണ്, അത് മാഷിനോടുള്ള ഒരു അടുപ്പം കൊണ്ടും കൂടിയാണ് നന്നായത്. അപ്പം മാഷെ, അപ്പൊ ഇനി മറ്റുള്ളവര് സംശയങ്ങൾ ഉന്നയിക്കട്ടെ. ഓക്കെ. ചോദ്യങ്ങളുണ്ടോ? ചോദിക്കാം. പൊതുവായിട്ടും ചോദിക്കാം, മറ്റ് കൃതികളെ കുറിച്ചും. അല്ലോകലം തന്നെ ആവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരൊക്കെ 2 മത്സ്യങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചവരായിരിക്കും. എൻമകജെ യൂണിവേഴ്സിറ്റി തലത്തിൽ പാഠപുസ്തകമായിരുന്നു എല്ലാ യൂണിവേഴ്സിറ്റിയിലും, അതുകൊണ്ട് പഠിച്ചവരും ഉണ്ടാവാം. പൊതുവായിട്ടും ചോദിക്കാം, അല്ലോകലനെ കുറിച്ചും ചോദിക്കാം, ഈ പറഞ്ഞ അവതരിപ്പിച്ച വിഷയം വെച്ചിട്ടും ചോദിക്കാം, എന്റെ മറുപടി വെച്ചിട്ടും ചോദിക്കാം.
മാഷി കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, എൻ്റെ പേര് അഖില VS എന്നാണ്. BEd മലയാളം 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഓക്കെ. എനിക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ അല്ലോഹലം എന്ന പേരിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിലെ രാജാക്കന്മാർക്കൊന്നും ഇത്തരത്തിലൊരു പേര് കേട്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തതയുള്ള പേരാണ് ഇതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ പേരിനെ കുറിച്ച് മാഷി എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ പറഞ്ഞു തരാമോ? അതാണ് എന്റെ ചോദ്യം. നല്ല ചോദ്യമാണ്. നമ്മളൊരു 2-3 തലമുറ മുമ്പുള്ള പേര്, നമ്മുടെ മുത്തശ്ശന്മാരുടെ പേര് പോലും കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അതൊന്ന് ബന്ധുക്കളോട് ചോദിച്ചാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഒരു 4 തലമുറ മുമ്പത്തെ പേര് കേട്ടാൽ പോലും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഇത് 14ാം നൂറ്റാണ്ടാണ്. 14ാം നൂറ്റാണ്ടിൽ അല്ലോഹലൻ എന്നൊരു പേര് എങ്ങനെ, അതിന്റെ നിരുക്തി എന്താണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാലത്തോ അതിനു മുമ്പോ ഇവിടെ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹുഭാഷിക എന്നാണ്. ഹുഭാഷിക. കാസർഗോഡ് ഹുഭാഷിക ബുക്സ് എന്ന പേരിലൊരു പുസ്തക പ്രസാധന സംരംഭം 2 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ രാജാവിന്റെ പേരിലാണ്. ഒരു ആദിവാസി രാജാവാണ് ഹുഭാഷിക. അപ്പൊ അങ്ങനെ ഒരു പേര് നമുക്ക് പരിചയമുള്ള പേരല്ല. അപ്പോ പഴയ കാലത്തെ പേരുകൾ പലതും വിചിത്രമായിട്ട് തോന്നാം. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയാൻ ഇന്ന് പറ്റുന്നില്ല. പക്ഷെ തോറ്റമ്പാട്ടിലും ഈ പേര് വരുന്നുണ്ട്. സ്വരൂപാചാരത്തിൽ തെയ്യത്തിന്റെ തോറ്റമ്പാട്ട് 14ാം നൂറ്റാണ്ടിൽ മുതൽ ഇങ്ങനെ പാടി പാടി വരുന്നതല്ലേ. അതിലൊക്കെ പഴയ ഭാഷയാണുള്ളത്. അപ്പൊ അതിൽ പേരുകളുണ്ട്. അതുകൊണ്ട് ആ പേര് ആണ് യഥാർത്ഥം എന്നുള്ളത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഓക്കെ. ഓക്കെ, നന്ദി സാർ. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം ഉണ്ട്, എന്താണ് അതിന്റെ പിന്നിലെന്നറിയാൻ. അതെ, ഓക്കെ. എന്തായാലും ഒത്തിരി നന്ദി സാർ. ഓക്കെ. ഓക്കെ. ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നാവാം. നമുക്കൊരു 10 മിനിറ്റിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. മാഷെ, എന്റെ പേര് സ്നേഹ. ഞാൻ BEd മലയാളം 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചോദിക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ 14ാം നൂറ്റാണ്ടിനെ പുനർനിർമ്മിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നോ? തീർച്ചയായിട്ടും. അത് സ്നേഹ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് മറ്റ് ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചരിത്രബോധം ചരിത്രബോധം ഏറ്റവും കുറവുള്ള ഒരു രാജ്യമാണല്ലോ. നമുക്ക് എഴുത്തച്ഛനെ കുറിച്ച് പോലും, എഴുത്തച്ഛന്റെ പേര് പോലും നമുക്കറിയില്ല അല്ലെ. എത്ര അടുത്താണ്. 16-17 നൂറ്റാണ്ട്, 2-3 നൂറ്റാണ്ട് മുമ്പുള്ള ഒരാളാണ്. മറ്റ് പല എഴുത്തുകാരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോ 14ാം നൂറ്റാണ്ടിലേക്ക് പോവുകയും ഇവരുടെ വിശദാംശങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. അന്നത്തെ ഭാഷ, അന്നത്തെ വേഷം, അന്നത്തെ മരങ്ങൾ ധാരാളമായിട്ട് ഈ നോവലിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിര മരം. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ കാടിനെ വർണ്ണിക്കുമ്പോൾ അതിൽ പറങ്കിമാവിന്റെ ഒരു ഇല പോലും കാണാൻ പാടില്ല. കാരണം പറങ്കിമാവ് വരുന്നത് വാസ്കോഡ ഗാമയ്ക്ക് ശേഷമാണ്. വാസ്കോഡ ഗാമ വരുന്നതിന് മുമ്പ് ഈ നോവൽ അവസാനിക്കുന്നുണ്ട്. അപ്പോ പറങ്കിമാവ് നമുക്കിതിൽ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രകൃതിയെ വർണ്ണിക്കുമ്പോൾ, മനുഷ്യരെ വർണ്ണിക്കുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ വരാൻ പറ്റില്ല അല്ലെ. പഴയ വാക്കുകളെ പാടുള്ളൂ. അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടി വരും. ഭക്ഷണം, പുതിയ കാലത്തെ ഭക്ഷണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കാലത്തിന് ചേരുന്ന ഭക്ഷണമായിരിക്കണം. ചിലപ്പോൾ 17ാം നൂറ്റാണ്ടിൽ നിന്നൊക്കെ എടുക്കുന്നതായിരിക്കും നമ്മള്. 14ാം നൂറ്റാണ്ടിൽ ഒന്നും കിട്ടാനില്ല. അപ്പോ അങ്ങനെയൊക്കെ. പക്ഷെ വായിക്കുന്ന വായനക്കാർക്ക് അത് 14ാം നൂറ്റാണ്ട് എന്ന് അനുഭവവേദ്യമാകുന്ന തരത്തിൽ ഭാഷയും വേഷവും ഭക്ഷണവും പ്രകൃതിയും ഒക്കെ സജ്ജമാക്കി കൊടുക്കുക എന്നുള്ളത് എഴുത്തുകാരന്റെ ധർമ്മമാണ്. പിന്നെ അത് വലിയൊരു പുസ്തകമാകുമ്പോൾ 100-400 പേജുള്ള ഒരു പുസ്തകമാണ്. അത് റീഡബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട. ചരിത്രമൊക്കെ വരുന്നത് കൊണ്ട് വായനക്കാർക്ക് ബോറടിക്കാതെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ വായിച്ചവര് കയ്യിൽ നിന്നും താഴെ വെക്കാതെ വായിച്ചിട്ട് എത്രയോ പേര്. അപ്പോൾ ഞാൻ അന്ന്
ഒരിക്കൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒറ്റയിരുപ്പിൽ വായിച്ചു കഴിഞ്ഞിട്ട്, അദ്ദേഹം നല്ലൊരു വായനക്കാരനാണല്ലോ, അദ്ദേഹം എന്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമില്ല. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് ഒറ്റയിരുപ്പിൽ വായിച്ചിട്ട് പിന്നെ അരമണിക്കൂർ സ്തബ്ധനായി ഇരുന്നു പോയി എന്നാണ്. നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നു പോയി എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ വായിക്കുമ്പോൾ, നമ്മൾ എഴുതുമ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാവുക എന്നും വായനക്കാരെ പിടിച്ചിരുത്തുക എന്നുള്ളതും പാരായണക്ഷമത ഉണ്ടാവുക എന്നുള്ളതും ഒക്കെ ബോധപൂർവം ചെയ്യുന്നതല്ല, പക്ഷെ അത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ വായനക്കാരത് പകുതിയിൽ വെച്ചിട്ട് പോകില്ലേ. ഇപ്പൊ നമ്മൾ തന്നെ ഒരു പുസ്തകം വായിക്കുമ്പോൾ 4-5 പേജ് മടക്കി വെച്ചിട്ട് പോയ എത്രയോ പുസ്തകങ്ങൾ ഉണ്ടാവും. പക്ഷെ ചില പുസ്തകങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും, കയ്യിൽ നിന്നും താഴെ വെക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ പുസ്തകങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഒട്ടും എളുപ്പമായിരുന്നില്ല ഈ പുസ്തകത്തിന്റെ രചന, വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ലയ നമസ്കാരം. എന്നാണ്. മാഷിപ്പോ എന്താ പറയാ, നമ്മൾ ചക്രവ്യൂഹത്തിന്റെ ഉള്ളതിലോട്ട് കയറുന്ന പ്രോസസ്സ് മാഷ് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഇറക്കവും കൂടി ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ചരിത്രമൊക്കെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഭാവനയും കൂടി കലർത്തി എഴുതുമ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മാഷ് നേരത്തെ പറഞ്ഞ സംസ്കാരത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക, അതൊക്കെ വലിയൊരു എന്താ പറയാ, മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെ എഴുതാൻ തുടങ്ങുമ്പോൾ പക്ഷെ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാണല്ലോ ആ കഥാപാത്രമായിട്ട് മാറിയിട്ടൊക്കെയാണ് അത് എഴുതുന്നത്. പക്ഷെ അതിൽ നിന്ന് തിരിച്ചിറങ്ങി പോരാൻ അതെങ്ങനെയാണ് മാഷിന് കഴിയാറുള്ളത്? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് പൊളിറ്റിക്കലി, രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. സാമൂഹ്യപരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് പല രീതിയിൽ എതിർപ്പുകളും നമുക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വേദനയും ഈ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് മാഷ് പുറത്തേക്ക് കിടക്കാറുള്ളത്? എനിക്ക് തോന്നുന്നു, എന്താ പേര് പറഞ്ഞത്? ലയ. ലയ അല്ലെ? ലയ എഴുത്തുകാരിയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം എഴുതുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റൂ? കാരണം നമ്മളിപ്പോ ഒരു കഥ എഴുതുന്നത് പോലെയല്ല. കഥ എഴുതുമ്പോൾ നമുക്കത് പെട്ടെന്ന് തീരും, എൻ്റെ അസ്വാസ്ഥ്യവും പെട്ടെന്ന് ശമിക്കും. പക്ഷേ നോവൽ എന്ന് പറയുന്നത്, നമ്മുടെ 2-3.5 വർഷമാണ് ഈ നോവൽ ഞാൻ തലയിലേറ്റി നടക്കുന്നത്. അത് മുഴുവൻ തലയിൽ അത് മാത്രമായിരിക്കും, മറ്റൊന്നും നമ്മൾ ഏശില്ല. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു ധൂമ ഭഗവതി തെയ്യമുണ്ട്, ഒരു പെൺതെയ്യാണ്. ആ തെയ്യം അരയിൽ നിറയെ പന്തങ്ങളാണ്, തീപ്പന്തം. തലയിൽ ഒരു വലിയ കുടത്തിൽ നിറയെ തീയായിരിക്കും. അങ്ങനെ തീ തലയിൽ ചുമന്ന് നടക്കുന്ന ഒരു തെയ്യമുണ്ട്. ഒരു നോവൽ എഴുതുന്ന എഴുത്തുകാരന്റെ വിധി ധൂമ ഭഗവതി തെയ്യത്തിന്റെ വിധിയാണ് എന്ന് പലപ്പോഴും, പ്രത്യേകിച്ചും മെന്മകജയൊക്കെ എഴുതി കഴിയുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉടലാകെ കത്തിപ്പോകുന്നത് പോലെ, തലയാകെ കത്തിപ്പോകുന്നത് പോലെ. പല്ലോഹലിന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഫൈനൽ എല്ലാം കഴിഞ്ഞിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. എനിക്ക് അതിലെ ഒരു കഥ പോലും ഓർമ്മയില്ല, കുറെ മാസങ്ങൾ. പിന്നെ ഇത് പ്രസിദ്ധീകരിച്ച് ചർച്ച വരാൻ തുടങ്ങി, ആളുകൾ എഴുതാൻ തുടങ്ങിയപ്പോഴാണ്, അത് വായിച്ചിട്ടാണ് എനിക്ക് നോവലിലെ കഥാപാത്രങ്ങളെയും പിന്നെ അതുപോലെ സംഭവങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാവുന്നത്. വായനക്കാർ എഴുതിയത് വായിച്ചിട്ടാണ്. ഞാൻ പൂർണ്ണമായിട്ട് മറന്നുപോയി. കാരണം അങ്ങനെ ഭാരിച്ച ഒരു പർവ്വതം പോലെ ഒരു സംഭവം എടുത്തിട്ട്, അത് നിങ്ങൾ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല, എഴുതുന്നവർക്ക് അത് മനസ്സിലാവും. മകജ എഴുതി കഴിഞ്ഞപ്പോഴും അതാണ് അവസ്ഥ. ഞാൻ ഇനി ഒരിക്കലും ജീവിതത്തിൽ നോവൽ എഴുതില്ല എന്നൊരു എഴുത്തുകാരൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ, 10 വർഷം അത് പാലിക്കുന്നുണ്ടെങ്കിൽ, ആ എഴുത്ത് അയാൾ എത്രമാത്രം മാനസികമായിട്ട് തകർത്തിട്ടുണ്ടാകും, ശാരീരികമായിട്ട് അല്ല മാനസികമായിട്ട് തകർത്തിട്ടുണ്ടാവും എന്നുള്ളത് വ്യക്തമാണല്ലോ. അതുപോലെ 1.5 വർഷം ഒരു ആലോചിക്കുക, നമ്മളൊന്ന് ഉദാസീനമായി പോയാൽ, കാരണം ഇത് ഇരുന്ന് എഴുതുക എന്നുള്ളത് എത്ര, കൈകൊണ്ട് എഴുതുമ്പോൾ 1000 പേജ്, ഇത് പലതവണ മാറ്റി എഴുതി ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത് വലിയൊരു സാഹസമാണ്. നിങ്ങൾക്കറിയാലോ, 2 പേജ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് എണീറ്റ് പോകാൻ തോന്നും. നമുക്കൊക്കെ അങ്ങനെയാണ്. പക്ഷെ 3.5 വർഷം ഇതിന്റെ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത്
ഒട്ടും എളുപ്പമല്ല. ഒരുപാട് പഠനങ്ങളും മനനങ്ങളും വേണം. ാണ് ധാരാളമായിട്ട് വേണ്ടത്. അങ്ങനെ സംഭവിച്ചു പോയൊരു നോവലാണ്. ഓക്കെ. പക്ഷേ എഴുത്തുകാരി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്, മണിയൻ മറഞ്ഞ. ഓക്കെ ഓക്കെ. വളരെ വളരെ സന്തോഷം സാറേ. നമസ്കാരം. ലേ ടീച്ചർ ഞങ്ങളുടെ ഫിലോസഫി അധ്യാപികയാണ്. പിന്നെ മോശമല്ലാത്ത രീതിയിൽ എഴുതുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ ഏറെ ഇഷ്ടം നിറഞ്ഞൊരു അധ്യാപികയാണ്. സാർ ഇത്രയും നേരം നമ്മളോടൊത്ത് കൂടിയതിന് വലിയ സന്തോഷം പറയുകയാണ്. നേരത്തെ സ്നേഹ ചോദിച്ചതും ലേ ടീച്ചർ ചോദിച്ചതും തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ജീവിത പ്രശ്നങ്ങളാണ് ശരിക്കും, ചരിത്ര പ്രശ്നങ്ങളല്ല സാർ ഇതിൽ കൃത്യമായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന നിഗീർണ പാഠ്യപദ്ധതി എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്, ഹിഡൻ കരിക്കുലം. സാറിന്റെ എഴുത്തെ ഒരു ഹിഡൻ ഒബ്ജക്റ്റീവ് അതാണ്. അതെങ്ങനെ സാധിക്കുന്നു? ഇത് എഴുതുന്ന കാലത്ത് മാറി നിന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാറ് കേരളത്തിന്റെ പ്രത്യേകിച്ച് പാരിസ്ഥിതിക കാര്യങ്ങളിൽ വളരെയധികം ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതിന്റെ അവതരണവും ഈ കാലത്തിലുള്ള ഇത്രയും കെട്ടകാലത്തിൽ ഇങ്ങനെ ഒന്നിച്ച് കൂടെ നിൽക്കുന്നു എന്നതൊരു വലിയ സംശയമായിരുന്നു സാർ. അതിനുള്ളൊരു കൃത്യമായ മറുപടി തരികയുണ്ടായി. വലിയ സന്തോഷം, സ്നേഹം പറയുകയാണ്. ഇനി ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് വേറൊരു രീതിയിലും കൂടെ വായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ചാരിതാർത്ഥ്യം കൂടി ഈ ഒരു സായാഹ്നത്തിന് തരാൻ സാധിച്ചു എന്നുള്ളതാണ്. കുട്ടികളെല്ലാവരും ഇത് വായിക്കുന്നുണ്ട്, സാറിൻ്റെ കൂടുതൽ വായിക്കുന്നുണ്ട്. അജീഷ് കുമാർ മാഷ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. മാഷ് പാഠ്യപദ്ധതിയിലൊക്കെ ഇതിൽ പ്രവർത്തിച്ചിരുന്നു. 2 മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ച ആളാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം പകർന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന ഒരു കൃഷ്ണപ്രിയ ഈ 2 മത്സ്യങ്ങളെ ചിത്രീകരിച്ചിട്ടൊരു വർക്ക് ബുക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സാറിനത് ആ കാലത്ത് അത് അയച്ചെന്നുണ്ട്. 2019 കാലത്താണ്. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷ നിർഭരമായിട്ടുള്ള വലിയ അളവിലൊരു മനുഷ്യനെ കാണാൻ സാധിച്ചു എന്നതും കൂടി ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം സാർ. താങ്ക് യു. സാറിനെ ഇനിയും വിളിക്കും ഇത് അടുത്ത സാറിന്റെ പുസ്തകം വരുമ്പോട്ടോ. സന്തോഷം സാർ. അപ്പൊ ഇതിന് നമ്മുടെ ആദിത്യ ഒറ്റ വാക്ക് പറഞ്ഞോളൂ. അപ്പോ സാറിന്റെ പേരാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ പുസ്തകവും പറഞ്ഞു. ഇപ്പൊ നമ്മള് എഴുത്തുകാരനും കൂടെ പങ്കെടുപ്പിക്കുന്ന പറയുമ്പോൾ മാഷ് എന്തായാലും വരും, വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അത്രയും ഉറപ്പുണ്ട് മാഷ് വരും എന്നുള്ള ഒരു കാര്യത്തില്. അതൊക്കെ വലിയൊരു മാനുഷികതയാണ് സാർ. ഈ കാലത്ത് ഇങ്ങനെ വളരെ വിരളമായിട്ടാണ് കിട്ടുന്നത്. ആദിത്യക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അയാള് പിന്നെ PGക്ക് ഡെസർട്ടേഷൻ ചെയ്തു എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെയും കൂടെ ഒരു അപ്പൊ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പറയുകയുണ്ടായി. സന്തോഷം സാർ. എന്നേലും നേരിൽ കാണുകയും ചെയ്യാൻ വീണ്ടും സന്തോഷം. അക്ഷയ, നമുക്ക് 9 മണിയായി, നമുക്കൊന്ന് ആദിത്യക്കൊന്നും പറയാനില്ലല്ലോ. കൂട്ടിച്ചേർക്കാം. അല്ല, സന്തോഷം. എല്ലാരും പറഞ്ഞത് കേട്ടപ്പോ സന്തോഷം തോന്നി. അവതരിപ്പിക്കുമ്പോ ഉണ്ടായിരുന്നു. നന്നായി എന്ന് കരുതുന്നു. നന്നായി. അമ്മയടക്കം ഉണ്ട് ഇത് കേൾക്കാൻ വേണ്ടിട്ട്. അപ്പം ആദ്യമായിട്ടാണ് അമ്മയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. വേദിയിൽ സംസാരിക്കുമ്പോൾ വീട്ടുകാരെ ഒന്നും അവിടെ നിർത്തലില്ല. കാരണം എനിക്ക് പേടിയായിട്ടാ, ടെൻഷനായിട്ടാ. അപ്പൊ അങ്ങനെ ഇങ്ങനെ സന്തോഷമുണ്ട്. അതായത് ലോകമെമ്പാടുമുള്ള പ്രാതിനിധ്യം ഉണ്ട് കേട്ടോ. പല രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്, കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, വായന താല്പര്യമുള്ളവരുണ്ട്. വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം.
അവസാനിപ്പിക്കാം നമുക്ക്. ഓക്കെ. നന്ദി പറയുന്നതിനായി ഒന്നാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനിയായ കലാവതിയെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഏവർക്കും നമസ്കാരം. അക്ഷരങ്ങൾ മരിക്കാത്തിടത്തോളം കാലം എന്റെ വായനയും മരിക്കില്ല. അക്ഷരങ്ങൾ എഴുതി തീരാത്തിടത്തോളം കാലം എന്റെ എഴുത്തും മരിക്കില്ല. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ പുസ്തക നിരൂപണത്തിന് ഔപചാരികമായി നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ പുസ്തക നിരൂപണത്തിൽ അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തിയ SNM ട്രെയിനിങ് കോളേജിലെ ഒന്നാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനി ആദിത്യ ഷാജിക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആദിത്യ വളരെ നന്നായി തന്നെ അവതരിപ്പിച്ചു. സ്നേഹം. തോറ്റമ്പാട്ടുകളിൽ നിന്നും മിത്തുകളിൽ നിന്നുമുള്ള ചരിത്ര ആഖ്യായികയാണ്, ബദൽ സംസ്കാരമാണ് അംബികാസുധൻ മാഷിന്റെ ഈ മഹനീയ നോവൽ എന്ന് കാണാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവതരണം കാഴ്ചവെക്കാൻ കഴിയുക എന്നത് ഭാഗ്യമായി കൂടെ കരുതാവുന്നതാണ്. ആയതിനാൽ അംബികാസുധൻ മാഷിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ വെബിനാറിൽ പൂർണ്ണമായി പങ്കെടുത്ത നമ്മെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന SNM ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PS സുസ്മിത മാമിനും നന്ദി അറിയിക്കുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സ്റ്റാഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ മാഷിനും ഡോക്ടർ KS ഹീര മിസ്സിനും സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള അക്ഷയ്ക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സ്വാഗതം ആശംസിച്ച ഐശ്വര്യയ്ക്കും ഇന്നത്തെ പുസ്തക നിരൂപണം വിജയകരമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വെബിനാറിൽ ജോയിൻ ചെയ്ത വായനയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.